നമ്മളിപ്പോൾ കാണുന്നത് കോട്ടയം ആംബ്രോക്സ് ഗ്രൂപ്പിലെ ഏറ്റവും ഓൾഡസ്റ്റ് കാറായ അംബാസഡർ ലാൻഡ് മാസ്റ്ററാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് 1958 മുതലാണ് ഒഫീഷ്യലായിട്ട് ഈ വാഹനം നിരത്തിലിറക്കിയത്. വളരെ മനോഹരമായ ഒരു കാറാണ്. സാധാരണ അംബാസഡറിൽ നിന്ന് ഇതിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പിൻഭാഗമാണ് ഈ കാറിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ബ്ലൂ ബ്യൂട്ടിയാണ് കാർ നമ്പർ 1. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 30ഓളം കാറുകളാണ് ഈ ഒരു ഇവന്റിൽ പങ്കെടുത്തത്. ഇവരെല്ലാവരും തന്നെ ആംബ്രോക്സ് ഗ്രൂപ്പിലെ മെമ്പേഴ്സുമാണ്. കൗതുകമുണർത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. പത്രമാധ്യമങ്ങളിൽ നിന്ന് ഈ ഒരു ഇവന്റിനെ പറ്റി അറിഞ്ഞ് അംബാസഡർ കാറുകളുമായി ഇതിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നവരുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നവർ വരെ ഉണ്ട്. അതേപോലെ തന്നെ ഇതുവഴി കടന്നു പോയപ്പോൾ കുറേ അംബാസഡർ കാറുകൾ കണ്ട് കാര്യം എന്തെന്ന് അന്വേഷിക്കുകയും അപ്പോൾ തന്നെ ഈ ഇവന്റിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ആൾക്കാരും ഉണ്ട്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറക്കിയിരുന്ന ലാൻഡ് മാസ്റ്റർ മുതൽ 2014 നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെച്ചപ്പോൾ ഇറക്കിയിരുന്ന അംബാസഡർ ഗ്രാൻഡ് വരെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എല്ലാ ഓണേഴ്സിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അതിരറ്റ ആഹ്ലാദവും അതേപോലെ തന്നെ അഭിമാനവുമായിരുന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരമായ വാഹനങ്ങളായിരുന്നു ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്ന വാഹനങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കാണാൻ സാധിക്കും വൈറ്റ് കളർ, അതേപോലെ തന്നെ ബ്ലാക്ക്, ബ്ലൂ, അതേപോലെ തന്നെ മെറൂൺ, എല്ലാ കളറിലുമുള്ള വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. മോറോവർ ദാറ്റ് എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റേതായ തനതായ ഒരു വ്യക്തിത്വം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. എല്ലാ വാഹനങ്ങളിലും വ്യത്യസ്തമായ ആക്സസറീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ചെറുപ്പം മുതൽ തന്നെ നമ്മൾ അംബാസഡറുകൾ കണ്ട് ശീലിച്ചു വന്നവയാണ് ഇവയെല്ലാം തന്നെ. ആധുനിക വാഹനങ്ങളുടെ മുഖമുദ്രയായ അലോയ് വീൽസ് വരെ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ള മനോഹരമായ അംബാസഡർ ഗ്രാൻഡ് കാറുകൾ നമുക്കിതിൽ കാണാൻ സാധിച്ചു. എല്ലാവരും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവരവരുടെ വാഹനങ്ങളെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. റോഡിൽ പഴയ വാഹനങ്ങൾ കാണുന്നത് ഒരു കുറച്ചിലായി ചിന്തിക്കുന്നവർക്ക് ഒന്നുകൂടി റീതിങ്ക് ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിരിക്കും ഈ റാലി ഒരുക്കാൻ പോകുന്നത്, അതിന് സംശയമില്ല. അംബാസഡർ നമുക്ക് നൽകുന്ന ഓരോ കാഴ്ചകളും വളരെ യുണീക്കായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ഇനി നമുക്ക് ആംബ്രോക്സ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻസിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. മാസമായിട്ട് ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നു. ആദ്യം 3ആയി, പിന്നെ 5ആയി, 10ആയി. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് ഇത്രയും പേര്, ഇത്രയും വണ്ടിപ്രാന്തന്മാർ കോട്ടയം ജില്ലയിൽ മാത്രം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ. അപ്പം അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പം ഈ ഒരു കൂട്ടായ്മയ്ക്കകത്ത് 4 പേരായിരുന്നു ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അത് 50 പേരായി. 50 പേർക്കും വണ്ടി ഉള്ളവരാണ്. ഇതിനകത്ത് 3-4 വണ്ടി ഉള്ളവരുണ്ട്. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പം ഇത്രയും ആൾക്കാർ കോട്ടയം ജില്ലയിൽ അംബാസഡറെ സ്നേഹിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ വളരെ സന്തോഷം. ഇതിനകത്ത് വൈക്കത്തുനിന്നൊരു ചേട്ടനുണ്ട്. ഞാൻ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ മനോരമയിൽ കണ്ടിട്ട് മനോരമ ഓഫീസിൽ വിളിച്ച് നമ്പർ ചോദിച്ച് അവിടെ നിന്ന് വിളിച്ചിട്ട് വൈക്കത്ത് വന്ന ഒരാളാണ്. വൈക്കത്ത് ഇതിനു വേണ്ടി തന്നെ. എന്നിട്ട് പറഞ്ഞിരുന്നത് ആളുടെ ഗ്രാൻഡ് ഫാദറാണ്. ഗ്രാൻഡ് ഫാദർ മുതലേ വണ്ടി, ഗ്രാൻഡ് ഫാദറിൻ്റെ വണ്ടിയാണ്, പേരുള്ള വണ്ടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രവർത്തനമുള്ള വണ്ടി. ആ ചേട്ടൻ 50 വർഷമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. 50 വർഷമായിട്ട് അംബാസഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിക്കണം. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടി കൊടുക്കാൻ നോക്കിയതാണ്. അപ്പം അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് 50 കൊല്ലമായിട്ട് അങ്ങനെ നടക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ മൂന്നാറിന് രാവിലെ വണ്ടി ഓടിച്ചു വന്ന ഇങ്ങനെയുള്ള ഒരു ആൾക്കാർ ഇവിടെ ഉണ്ട്, കോട്ടയം ജില്ലയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇനി ആദ്യം അഡ്മിന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാഹുൽ, ഞാൻ ഇവിടുത്തെ ഒരു അഡ്വക്കേറ്റാണ്. കോട്ടയം പുതുപ്പള്ളിലുള്ള വീട്. അതായത് കണ്ണൻ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൻ ഇന്ന് കാണുന്നത്. ഒരു കൊല്ലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ ആർപ്പൂക്കരയാണ്. ഇപ്പോൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി പരിപാടി പ്രമാണിച്ച് രാവിലെ 5 മണിക്ക് ലാൻഡ് ചെയ്തേ ഉള്ളൂ. ഉറങ്ങിയിട്ടില്ല, നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. ഇത് മഞ്ജിത് മോഹൻ. ഞാൻ പിറവത്താണ് വീട്. ശരിക്കും എൻ്റെ നാട് പൊൻകുന്നമാണ്. ഞാൻ പറഞ്ഞ പോലെ 2ാം തലമുറയായിട്ടാണ് എൻ്റെ വണ്ടി ഉപയോഗിക്കുന്നത്. മാർക്ക് 3 ആണ്. 42 വർഷമായി വണ്ടി ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിൽ അസോസിയേറ്റഡ് ആണ്. എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന കവിഞ്ഞ് ആരെയും കണ്ടിട്ടില്ല നേരിട്ട്. കണ്ടതിൽ വളരെ സന്തോഷം.
നിനക്കൊന്നാണെങ്കിൽ ഈ വണ്ടിയും കൊണ്ട് നടക്കാമെന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. നമുക്കറിയാം അതിൻ്റെ പോലെ ലെഗ് സ്പേസോ അതിൻ്റെ പോലെ ഒരു സൗകര്യമോ ആ ഒരു നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സിന് കിട്ടുന്ന തൃപ്തി വേറെ ഒരു വണ്ടിയിലും കിട്ടില്ല. അപ്പം ആ ഒരു വണ്ടി ഇങ്ങനെ ഒരു കൂട്ടായ്മ കോട്ടയത്തുണ്ടല്ലോ, ഇത്തരം വണ്ടികൾ കാണുമ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറും. പിന്നെ ഈ ചേട്ടൻ വഴി കൂടെ പോയൊരു ചേട്ടനാണ്, ഇങ്ങനെ ഇവിടെ വണ്ടി കൂടി കിടക്കുന്നത് കണ്ടിട്ട് കയറി വന്നതാണ്. എൻ്റെ വണ്ടിയാണ് നീല വണ്ടി. അത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിൽ വന്നതിന് വളരെ സന്തോഷം. ആംബ്രോക്സ് മെമ്പേഴ്സിൻ്റെ അംബാസഡർ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. കോട്ടയം കളക്ടറേറ്റ് ജംഗ്ഷനിൽ നിന്നും കോട്ടയം നഗരമധ്യത്തിലൂടെ ഈരേൽക്കടവ് ബൈപ്പാസിൽ എത്തിച്ചേരുന്നു. അവിടുത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം തിരിച്ച് നഗരമധ്യത്തിലൂടെ തന്നെ 4 മണിക്കാറ്റിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ യാത്രാ അജണ്ട. വരിയും നിരയുമായി അംബാസഡറുള്ള നഗരമധ്യത്തിലൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. എല്ലാ ജനങ്ങളിലും ഇത് കൗതുകമുണർത്തി. ഇതെന്താണ് ഇത്തരത്തിലുള്ളൊരു യാത്രയ്ക്ക് കാരണമെന്ന് അവർ അന്വേഷിച്ചു തുടങ്ങി. മിതമായ വേഗത്തിൽ വളരെ ഡിസിപ്ലിനോടുകൂടി അംബാസഡറുകൾ ഓരോന്നോരോന്നായി മുന്നോട്ട് പോകുന്ന ആ കാഴ്ച എല്ലാ ജനങ്ങളിലും കൗതുകമുണർത്തുന്ന ഒന്നായി മാറി. ഇക്കാലത്തും അംബാസഡറിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒന്നായിരുന്നു ഈ ഒരു ഫൺ ഡ്രൈവ്. 30ഓളം വാഹനങ്ങളാണ് ഈ ഒരു യാത്രയിൽ പങ്കുചേർന്നത്. ചെറുപ്പക്കാർ മുതൽ മുതിർന്ന പൗരന്മാർ വരെ വാഹന ഓണേഴ്സായിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒരേ വേഗത്തിൽ, വളരെ സാവധാനത്തിൽ, വളരെ ഡിസിപ്ലിനോടുകൂടി വാഹനം ഓടിച്ചു പോകുന്ന ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു. തികഞ്ഞ അച്ചടക്കമായിരുന്നു ഈ ഒരു യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി. പോയ കാലത്തെ അംബാസഡറുകളുടെ പ്രൗഢിയെ മാത്രമല്ല ഇത് കാണിച്ചു തരുന്നത്, വരും കാലങ്ങളിൽ പുനർജനിക്കാൻ പോകുന്ന അംബാസഡറുകളുടെ വരവിനെ കൂടിയാണ് ഇത് വിളിച്ചോതുന്നത്. അംബാസഡറിനെ സ്നേഹിക്കുന്ന 4 യുവാക്കൾ ചേർന്ന് തുടങ്ങിയതാണ് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അതിലേക്ക് 50ഓളം അംബാസഡർ ഓണേഴ്സിനെ അവർ മെമ്പേഴ്സായി കൊണ്ടുവന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അവർക്കൊരു സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ അഡ്മിൻസിന്.
ambrockz ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ മീറ്റപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അംബാസഡറുകളെല്ലാം തന്നെ ഈരേൽക്കടവ് ബൈപ്പാസിൻ്റെ മനോഹരമായ ആ വഴിയോരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു ഇവന്റ് കവർ ചെയ്യാൻ എത്തിയിരിക്കുന്ന വിവിധ മാധ്യമ പ്രവർത്തകരും അവരോട് ഇപ്പോൾ ഇവിടെ സംസാരിക്കും. വന്ന കാറുകളിൽ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള അംബാസഡർ ലാൻഡ് മാസ്റ്ററിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു 1989 മോഡൽ അംബാസഡർ കാറാണ്. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഉൾവശം അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. 2014 ഇറങ്ങിയ അവസാന ബാച്ച് അംബാസഡർ ഗ്രാൻഡ് വണ്ടികൾ എല്ലാം തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടികളായിരുന്നു. അതിൽ പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, AC അങ്ങനെ എല്ലാ ഓപ്ഷൻസും തന്നെ ഉണ്ടായിരുന്നു. നല്ല പാഷനേറ്റ് ആയിട്ട്, വേറെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല, പാഷനേറ്റ് ആയിട്ട് അംബാസഡർ എന്നുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ആദ്യം ഈ പരിപാടി തന്നെ പ്ലാൻ ചെയ്തപ്പോൾ ഒരു 5-10 വണ്ടിയാണ് മാക്സിമം ഞങ്ങൾ കരുതിയിരുന്നത്. പിന്നീട് ഇത് പബ്ലിസിറ്റി കിട്ടിയപ്പോഴാണ് ഏകദേശം ഇത്രയും വണ്ടികൾ, ഇപ്പം 30-35 വാഹനത്തോളം ഇപ്പം നിലവിൽ ഇതിലതുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരെ കോട്ടയം ജില്ലയിൽ മാത്രം അംബാസഡറിനെ സ്നേഹിക്കുന്നവർ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതെല്ലാം ജസ്റ്റ് അറിഞ്ഞും കേട്ടും വന്ന ആൾക്കാരാണ് പകുതി മുക്കാലും. ഈ ഞങ്ങൾ 4 ഗ്രൂപ്പ് അഡ്മിന്മാർ പോലും ഞങ്ങൾ ആദ്യമായിട്ട് ഇന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ തന്നെ പരസ്പരം എല്ലാവരും തന്നെ അംബാസഡറിനെ സ്നേഹിക്കുന്ന, അത് ഉപയോഗിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. ഇത് കോട്ടയം ജില്ലയിൽ മാത്രമാണ്. 6 പതിറ്റാണ്ടോളം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇറക്കിയൊരു വാഹനമാണ്. അത് നൂതനമായ രീതിയിൽ ആ ഒരു മോഡലിൽ തന്നെ അതിൻ്റെ പുതിയ ഫെസിലിറ്റിയും പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് ഇറക്കുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു വലിയൊരു ജനവിഭാഗം ഉണ്ട് എന്ന് അറിയിക്കാൻ കൂടിയാണ് ഈ ഒരു വീട്ടിലുള്ള ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് രാഹുൽ. എൻ്റെ പേര് മഞ്ജിത്ത് എന്നാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞത്, എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാൾക്ക് 12 വയസ്സും ഒരാൾക്ക് 6 വയസ്സും. അപ്പോൾ ഇവർക്ക് 2 പേർക്കും വണ്ടിയുടെ ഈ അംബാസഡർ മാർക്ക് 1 എന്ന് പറയുന്നെങ്കിൽ OHV എന്നുള്ള വണ്ടി തൊട്ട് മാർക്ക് 3 പിന്നെ നോവ ഇറങ്ങി, ക്ലാസിക് ഇറങ്ങി, ഈ വണ്ടികൾ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇന്നത്തെ തലമുറയിലുള്ള വളരെ ചുരുക്കം ആളുകൾക്ക് എത്തുന്നത് അതൊരു നല്ല കാര്യമാണ്. ഒരു അവയർനെസ്, നമ്മുടെ ഒരു ഹെറിറ്റേജിൻ്റെ ഭാഗം തന്നെയാണ്. സാറിൻ്റെ പേര് പറഞ്ഞു. എൻ്റെ പേര് കണ്ണൻ റോഷൻ. താങ്ക് യു. അപ്പോൾ ഇവിടുത്തെ ഫോട്ടോഷൂട്ടിനെല്ലാം ശേഷം നമ്മുടെ അംബാസഡറിലെല്ലാം തന്നെ ഇവിടെ നിന്നും 4 മണിക്കാറ്റിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഏകദേശം 4:30 ആകുമ്പോൾ 4 മണിക്കാറ്റിൽ എത്തിച്ചേരും. കുറേയധികം അംബാസഡറുകൾ ഒന്നിനു പുറകെ ഒന്നായി പോകുന്ന കൗതുകകരമായ കാഴ്ച കണ്ട് മൊബൈലിൽ വീഡിയോ പകർത്തുന്ന യുവാക്കളെയും നമുക്ക് കാണാൻ സാധിച്ചു.
നാലുമണിക്കാറ്റിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശത്തേക്ക് വൈകാതെ തന്നെ നമ്മുടെ അംബാസഡർ കാറുകൾ എത്തിച്ചേരും. അപ്പോൾ നമ്മളോട് വെയിറ്റിംഗ് ആണ്. നാലുമണിക്കാറ്റിൻ്റെ ഒരു ട്രാവൽ വ്ളോഗ് ഇതിനു മുമ്പ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നാലുമണിക്കാറ്റിലെ കൂടുതൽ വിശേഷങ്ങൾ അതിൽ നിന്ന് അറിയാൻ സാധിക്കും. ആംബ്രോക്സ് വാട്സാപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ വാഹനങ്ങൾ ഓരോന്നായിട്ട് നാലുമണിക്കാറ്റിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കും. സൺഡേ ആയതുകൊണ്ട് തന്നെ നാലുമണിക്കാറ്റ് ഓൾറെഡി നല്ല ക്രൗഡഡാണ്. അവിടേക്കാണ് 30ഓളം അംബാസഡർ കാറുകൾ എത്തിച്ചേരുന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒഴിവ് ദിവസം ആഘോഷിക്കുന്നതിന് നാലുമണിക്കാറ്റിൽ എത്തിച്ചേർന്ന സഞ്ചാരികളിലും ഇത് വളരെയധികം കൗതുകമുണർത്തി. എന്തുകൊണ്ടാണ് ഇത്രയധികം അംബാസഡറുകൾ ഒരു റാലി പോലെ വരുന്നതെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഈ ചേട്ടനാണ് വഴിയെ പോയ ചേട്ടനാണ്. നമ്മളിത് കണ്ടിട്ട് പുള്ളി ഒരു എന്നാ പറഞ്ഞ ഒരു ഇതിൻ്റെ എല്ലാം ഒരാളെന്നുള്ളതിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച ഒരാളാണ്. അല്ല അപ്പോൾ ഈ ചേട്ടനെ ഞാനൊരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കുകയാണ്. ഇനി ഒരാളൂടെ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ വന്ന് ചോദിച്ചിട്ട് ഇത്തരത്തിലൊരു മനോഹരമായ ഇവൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്ന സന്തോഷത്തിൽ മധുരവും പങ്കിട്ടതിന് ശേഷമാണ് മെമ്പേഴ്സ് എല്ലാവരും നാലുമണിക്കാറ്റിൽ നിന്നും പിരിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.